ഞങ്ങളുടെ ഇന്നത്തെ യാത്ര പുരാതനമായ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോടിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന കുറ്റിച്ചിറയിലേക്കാണ്. ചിറയുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു? എത്ര വർഷത്തെ പഴക്കം? എന്താണ് കുറ്റിച്ചിറനെ പറ്റി പറയാനുള്ളത്? കുറ്റിച്ചിറ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. ഇതാണ് കുറ്റിച്ചിറൻ്റെ ഞായറാഴ്ച. ഇവിടെ മൊത്തം ആഘോഷമാണ് കേട്ടോ. ഏതാണ്ട് 400 വർഷത്തിലേറെ പഴക്കമുള്ള കുറ്റിച്ചിറ കുളത്തിൻ്റെ പടവുകളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞതുപോലെ പടവുകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപാട് ചരിത്രം നമ്മോട് വിളിച്ചു പറയുമായിരുന്നു. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട നിർണായകമായ അവിഭാജ്യമായ ഒരു ഘടകമാണ് കുറ്റിച്ചിറയും പരിസരത്തുമുള്ള ചരിത്ര അവശിഷ്ടങ്ങൾ. ആ ചരിത്രശേഷിപ്പുകൾ രേഖപ്പെടുത്താനും തുടർന്ന് അങ്ങോട്ട് കേരളത്തിൻ്റെ വിവിധ ചരിത്ര വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് രേഖപ്പെടുത്താനുമുള്ള ട്രാവൽ ചാനൽസ് 360 എന്ന ഒരു ചാനലിൻ്റെ സംരംഭം തീർച്ചയായും ശ്ലാഘനീയമാണ്. ആ സംരംഭം വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ഈ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ചരിത്രശേഷിപ്പുകൾ മനസ്സിലാക്കാൻ ഈ ചാനലിൻ്റെ സംരംഭം വഴി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചരിത്രം തേടിയുള്ള ഈ യാത്രയ്ക്ക് ഹിസ്റ്ററി ഓഫ് കേരള എന്നുള്ള രീതിയിൽ വളരെ വിജയകരമായി പൂർത്തീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും അതിനുവേണ്ടി സെക്രിയ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ സംരംഭകരെ അതിന് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണം. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് കുറ്റിച്ചിറ എന്നൊരു പ്രദേശത്താണ്. കുറ്റിച്ചിറ എന്താണ് നമുക്ക് കാണാനുള്ളത് എന്നും കൂടി. ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് കുറ്റിച്ചിറയിലെ ഒരു പഴയ കാരണവരാണ്. ഇപ്പോൾ PKM കോയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ കുറ്റിച്ചിറ ചിറ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ചിറായിട്ടാണ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ചിറായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ചിറേൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു? എത്ര വർഷത്തെ പഴക്കം? ചിറക്ക് 400 വർഷം പഴക്കമാണ് ചരിത്രങ്ങളിൽ കാണുന്നത്, കടിക്കലിൽ കാണുന്നത്. കാരണം ചിറ ഉണ്ടായതിൻ്റെ ചരിത്രം തന്നെ നമുക്ക് ആദ്യം പറയാം. ഈ മിസ്കാർ പള്ളി എടുക്കാൻ വേണ്ടി അന്നത്തെ സാമൂഹ്യ രാജാവ് മിസ്കാർ എന്ന അറബിക്ക് അനുവദിച്ച 83 സെൻറ്റ് സ്ഥലമാണ് പള്ളി നിർമ്മിക്കാൻ വേണ്ടി സാമൂഹ്യ രാജാവ് അനുവദിച്ചത്. 83 സെൻറ്റ് പള്ളിക്കുള്ള സ്ഥലം കൊടുത്തത്. ഈ പള്ളിക്ക് അനുവദിച്ച ഈ സ്ഥലം അന്ന് കുറ്റിക്കാടായിരുന്ന പള്ളി. ഈ സ്ഥലം ഒരു ചേരിക്കുഴിയായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ പറഞ്ഞത്. കുഴിയായിരുന്നു. ഈ കുഴി നികത്താൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളിൽ നിന്ന്, അതായത് അന്ന് ചിറ നിൽക്കുന്ന ഭാഗങ്ങളിൽ അത് കുറ്റിക്കാടായിരുന്നു, ആ ഭാഗത്തു നിന്ന് മണ്ണ് വെട്ടിയെടുത്തിട്ടാണ് ഈ കുഴി നികത്തിയിട്ട് ഇത്രയും ഉയരമുള്ള തിണ്ട് നിർമ്മിക്കുന്നതാണ് ചരിത്രം. അങ്ങനെ കുഴി നികത്തി പിന്നീട് അത് നൂറ്റാണ്ടുകളോളം അതിങ്ങനെ ഒരു കുഴിയായിട്ട് തന്നെ കിടന്നു അവിടെ. അതിൻ്റെ ശേഷം ഒന്നുകിൽ സാമൂതിരി രാജാവും അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ അല്ലെങ്കിൽ അന്നത്തെ ഏതോ മഹാമനസ്കൻ, അതായത് അന്നത്തെ ഏതോ ധനാഢ്യൻ, ഇവരിൽ ആരോ ഒരാളാണ് ഇന്നത്തെ നിലയ്ക്ക് പടുവെട്ടി ശരിയാക്കിയതാണെന്ന് എനിക്കൊരു ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. വ്യക്തമായിട്ട് ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർ രണ്ടാളും, ഒന്നും സാമൂതിരി രാജാവ് അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ ഒരാൾ ചിറാക്കി മാറ്റണല്ലോ. അപ്പം ഒരു പക്ഷേ ആദ്യം തന്നെ 100-300 കൊല്ലങ്ങൾക്ക് സാമൂതിരി രാജാവ് ചെറുങ്ങനെ പടുവിട്ടിട്ട് ചെറിയ ചിറാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. പിന്നീട് ഇനി ഒരു മറ്റൊരു ചരിത്രത്തിൽ പറഞ്ഞത് ടിപ്പു സുൽത്താൻ കോഴിക്കോട്ട് വന്നിരുന്നു. 1788 കോഴിക്കോട്ട് വന്നിരുന്നു. ഫറോക്ക് കേന്ദ്രീകരിച്ചിട്ട് കോഴിക്കോട്ട് വന്നിരുന്നു.
ഡിപ്പ് കുറ്റിച്ചിറ വന്നിരുന്നു. നമ്മൾ ഷെയ്ഖ് ജിഫിരി തങ്ങൾ കാണാൻ വേണ്ടി കുറ്റിച്ചിറ വന്നിരുന്നു. ജിഫിരി തങ്ങളെ കാണാൻ വേണ്ടി ജിഫിരി തങ്ങളെ കാണാൻ വന്നപ്പോൾ ഡിപ്പു ആവശ്യപ്പെട്ട് തങ്ങളോട് തങ്ങളെ നിങ്ങൾക്ക് എൻ്റെ ആവശ്യമുള്ള പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞു ഈ കാണുന്ന ചിത അത് നല്ല പടുവ് വെച്ചിട്ട് നല്ല ചിതാക്കി മാറ്റണമെന്ന് തങ്ങൾ ഡിപ്പുവിനോട് ആവശ്യപ്പെട്ടു. ഡിപ്പു അത് സാമൂതിരി രാജാവിൻ്റെ കൽപ്പന കൊടുത്തു. അങ്ങനെ ആയിരിക്കണം ഇത്രയും വലിയൊരു ചിറ ഉണ്ടാക്കിയെന്നുള്ളതാണ് മറ്റൊരു ചരിത്രത്തിൽ കാണുന്നത്. ചുരുക്കത്തിൽ പിന്നെ ചിറ ഒന്ന് കത്തിച്ച് 1.5 ഏക്കറിൻ്റെ അടുത്ത് ചിറ കോഴിക്കോട്ടെ മാനാഞ്ചേരിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു വലിയ ചിറ. ഇതിൻ്റെ പല ചരിത്രങ്ങൾ ഇപ്പോൾ ഗൂഗിളൊക്കെ അടിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് മിഷ്കാൽ പള്ളി നിർമ്മിക്കാനാണ് മണ്ണെടുത്തത്. അത് ശരിക്കും അത് കൃത്യമായിട്ടുള്ളത് കണക്കല്ല, കൃത്യമായിട്ടുള്ള ചരിത്രം തന്നെ. മിഷ്കാൽ പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഈ കുഴി തൂക്കാൻ വേണ്ടി ആ ഭാഗത്ത് മണ്ണെടുത്തെന്നുള്ള ചരിത്രമാണുള്ളത്. ഈ പടവ് കെട്ടിയത് ആരാണെന്നുള്ളത് ഈ രണ്ട് വ്യക്തിയുടെ നമ്മൾ കോഴിക്കോട് കാസി നാലകത്ത് മുഹമ്മദ് വായ അയാൾ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞത് അയാൾ ഒന്ന് ഡിപ്പു എന്ന് പറയുന്നുണ്ട്, സാമൂതിരി രാജാവ് എന്ന് പറയുന്നുണ്ട്, ഏതോ മനസ്സ് അങ്ങനെ അന്നത്തെ ഏതോ ധനാഢ്യനായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മളെ പിന്നെ ജിഫിരി തങ്ങളെ പറ്റിയുള്ള ഒരു ബുക്കിൽ ജിഫിരി തങ്ങളെ പറ്റിയുള്ള ഒരു ബുക്കിൽ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ജിഫിരി തങ്ങൾ പിന്നെ ഡിപ്പു ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു ഇതൊന്ന് ചിറാക്കി മാറ്റുന്നത് പറഞ്ഞ് അങ്ങനെ തങ്ങൾ പിന്നെ ഡിപ്പു സാമൂതിരി രാജാവിന് കൽപ്പന കൊടുത്തു. അങ്ങനെയാണ് പടവ് കിട്ടിട്ട് ഇന്നത്തെ നിൽക്കൽ ചിറാക്കി മാറ്റുന്നത്. മറ്റൊരു ചരിത്രം പടിഞ്ഞാറൻ ഭാഗത്ത് കുറെ ചുമർ ചിത്രങ്ങളും അതിൻ്റെ കുറച്ച് മാറ്ററുകളും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കും അത് കുറ്റിച്ചിറ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണോ അതിൽ എഴുതിയത്? ഇതിലല്ല, പൊതുവേ നമ്മൾ പിന്നെ കോഴിക്കോട്ടിലെ മുസ്ലിമുകളുടെ ആചാരങ്ങളും പിന്നെ കോഴിക്കോടിൻ്റെ ചരിത്ര സംബന്ധമായിട്ടുള്ള ഭാഗങ്ങളാണ് എഴുതിയത്. കാരണം പിന്നെ പഴയ ചരിത്രം നോക്കിയാൽ നമ്മളെ മാർക്ക കല്യാണം, മാർക്കിങ്ങിനെ പറ്റിയുണ്ട്. പിന്നെ നമ്മളെ ഒപ്പന, ദമ്പുമുട്ട്, അതെല്ലാം നമ്മളെ സംസ്കാരത്തിൽപ്പെട്ട മുസ്ലിം സംസ്കാരങ്ങളുണ്ട്. പിന്നെ ഈ സാമൂതിരി രാജാവ് ഇവിടെ കോഴിക്കോട് വന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള കോഴിക്കോട് കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള നല്ലൊരു പഠിക്കാനുള്ളൊരു കാര്യങ്ങളാണ് അതുകൊണ്ട് കിട്ടുന്നത്. ആ നടവഴിക്ക് ഇബിനു ബത്തൂത്ത നടപ്പാത എന്നാണ് പേരിട്ടത്. ഇബ്നു ബത്തൂത്ത നടപ്പാത, അതാണ് ഈ നടപ്പാതന്റെ പേര്. അപ്പം ഇബ്നു ബത്തൂത്തന്റെ പേരിടാനുള്ള കാരണം പിന്നെ ഇബ്നു ബത്തൂത്ത കുറ്റിച്ചിറ വന്നിരുന്നു. ഇബ്നു ബത്തൂത്ത എന്ന് പറഞ്ഞ ഏത് രാജ്യക്കാരനാണ്? മൊറോക്കോ വംശജനാണോ? അല്ല മൊറോക്കോയിലുള്ള ഒരു അറബി പിന്നെ അറബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം ഞാൻ വായിച്ചപ്പോ അദ്ദേഹം ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചാരിയായിരുന്നു, ലോക സഞ്ചാരിയായിരുന്നു. അപ്പൊ അയാൾ പിന്നെ 1343 മുതൽ 46 വരെ 3 വർഷം അയാൾ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കുറ്റിച്ചിറനെ പ്രത്യേകമായിട്ട് ആ ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുറ്റിച്ചിറനെ പറ്റിയിട്ട് നല്ലൊരു വാചകം അറിയോ? കോഴിക്കോട് അറിയോ അതിനെ പറ്റിയിട്ട്? കുറ്റിച്ചിറത്തെ മുസ്ലിങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ ഭക്ഷണ രീതി ആ ഇതിൽ ഫലകത്തിലുണ്ടോന്ന് ഫലകത്തിലില്ല. പക്ഷേ ബിൽമത്തോത്ത കുറ്റിച്ചിറ വന്നിരുന്നു. കാരണം നമ്മളെ ഈ പിന്നെ നഹൂദ മിസ്കാലിൽ നമ്മൾ പറഞ്ഞു പള്ളിയെടുത്ത അറബി അയാൾക്ക് 20ഓളം കപ്പലുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ ബിൻബത്തൂത്തക്ക് കോഴിക്കോട്ട് നിന്ന് അവസാനത്തെ കപ്പൽ ചൈനയിലേക്ക് പോകാനും വേണ്ടിയിട്ട് കപ്പലിൽ ഒരു ക്യാബിൻ ഒരുക്കാനും വേണ്ടിയിട്ട് ഇബിനു ബത്തൂത്ത നഹൂദ മിസ്കാലിനെ തിരിഞ്ഞു വന്നത് കുറ്റിച്ചെറിയിലെ ഈ പള്ളി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന യാർഡിലായിരുന്നു പറയുന്നത് എത്തിയത്. അതുകൊണ്ടാണ് പിന്നെ ഇബ്നു ബത്തൂത്തൻ്റെ പേര് ആ നടപ്പാക്കിയിട്ടത്. ഇബ്നു ബത്തൂത്ത അങ്ങനെയാണ് കുറ്റിച്ചിറ വന്നത്. അങ്ങനെ എന്തായാലും കുറ്റിച്ചിറ കുളം ഇപ്പോൾ ഈ പ്രാവശ്യം നല്ല നിറഞ്ഞു ഒഴുകാണ്. ഏകദേശം ഒരു 20 അടിയോളം 10-20 അടി ആയുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ ഇപ്പം ഇവിടെ വരുന്ന പല ഈ പ്രദേശത്ത് അല്ലാത്ത ഒരുപാട് ആൾക്കാർ കുളിക്കാൻ വരുന്നുണ്ട്. അവർ ഇപ്പോൾ ഉദാഹരണത്തിന് നീന്തറിയാത്ത ആളാണെങ്കിലും ഇനിയിപ്പോൾ നീന്തറിയുന്ന ആൾക്കാരാണെങ്കിലും അപകട മരണങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? സംഭവിക്കുന്നുണ്ട്. ഒരുപാട് നടന്നുണ്ട്. ഒരുപാടുണ്ട്. കൊല്ലത്തിൽ സാധാരണ വെറുതെ പറയും കൊല്ലത്തിൽ
ഒന്നോ രണ്ടോ മരണം കുറ്റിച്ചിറ കുളത്തിലുണ്ടാവും എന്ന് പറയാറുണ്ട്. ആ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു. ഒരു ചെറിയ കുട്ടികളൊക്കെ നീന്തിയിട്ട് കഴിയാതെ മരണപ്പെട്ടു. നമ്മളെ ശ്രോതാക്കളോട് ഇവിടെ വരുന്ന ആൾക്കാരോട് കോയക്കൊക്കെ ഈ കുളത്തിനെ പറ്റിയിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ കുളിക്കാൻ വരുന്ന ആൾക്കാർ ഈ മരണങ്ങൾ സംഭവിച്ച സ്ഥിതിക്ക് എന്താണ് പറയാനുള്ളത്? എന്താ പറയുക, അധികം നമുക്ക് സാധാരണ പറയാനുള്ളത് ഈ നീന്തം അറിയാത്തവർ സാധാരണ തിറയിലോ കുളത്തിലോ പുഴയിലോ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നുള്ള അഭിപ്രായക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ സ്നേഹിതന്മാർ ഒന്നായിട്ട് വന്നിട്ട് അതിലേതോ ഒരുത്തനിക്ക് നീന്തം അറിയാനറിയും. ഈ കൂട്ടമരുന്നെല്ലാം വരുന്ന അങ്ങനെയാണ്. അപ്പം നീന്തം അറിയണോ നീന്തിട്ട് മറ്റവനെ വിളിക്കും വാ എന്ന് പറയും. മറ്റവനിക്ക് നീന്തം അറിയില്ല, അവൻ 2 സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോയാൽ തള്ളിയിടും, പിന്നെ അങ്ങോട്ട് അടിയിലേക്ക് താങ്ങും. അങ്ങനെ അവനക്ക് അങ്ങോട്ട് റിട്ടേൺ കിട്ടൂല, മടക്കം കിട്ടൂല. അപ്പൊ അങ്ങനത്തെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് പറയാനുള്ള കോയക്ക് ഇതാണ്, നമ്മൾ തമാശ രൂപത്തിന് നീന്തം അറിയാത്തവരെ നിർബന്ധിച്ചിട്ട് അങ്ങോട്ട് ഇറക്കരുത്. വെള്ളം അത്രയും അപകടമായ ഒരു വെള്ളം എന്ന് പറയുന്നത് അപകടമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ വന്ന് കുളിക്കുന്നവരടക്കം അതാണ് പറയാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ മുങ്ങിമരണമൊക്കെ സംഭവിക്കുമ്പോൾ ഈ ബോഡി ഈ മയ്യത്ത് എടുക്കാനൊക്കെ ആരെങ്കിലും പോലീസുകാരാണോ ഇതിന് നിൽക്കല്? അധികവും നമ്മളിവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുങ്ങിയെടുക്കുന്ന ആളുകളെ മുമ്പ് ഉണ്ടായിരുന്നു. ആരെങ്കിലും പിന്നെ അലിക്കാക്ക അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ എന്തായാലും വന്ന് പോയി കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഞാൻ ഇവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് മുങ്ങിമരണത്തിന്റെ ബോഡികൾ മയ്യത്തെടുത്ത ആളാന്നാ പറയുന്നത്. പോലീസുകാർ വന്നാലും അഗ്നിശമന അംഗങ്ങൾ വന്നാലും നിന്റെ നഖം വെട്ടിത്തരാ നിന്റെ ആശ തീർക്കാൻ. അങ്ങനെയൊക്കെ പല ആൾക്കാരും മഹാന്മാരും ജീവിച്ച ഒരു സ്ഥലമാണ് കുറ്റിച്ചിറ. ഒരുപാട് ചരിത്രങ്ങളുണ്ട് കുറ്റിച്ചിറിനെ പറ്റി പറയാനുണ്ട്. ആലിക്കാക്കിനെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ കണ്ടുമുട്ടുന്നത് അല്ലേ? ശരിക്കും ആലിക്കാക്ക് എത്ര വയസ്സുണ്ട്? 66. ഈ 66 വയസ്സിൽ 40 വർഷത്തോളം കുളത്തിലെ ആ മയ്യത്തുകളും മുങ്ങിമരണത്തിന്റെ ബോഡി എടുത്ത ആളാണ് ഈ വ്യക്തി. അപ്പം ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം ഈ ആവശ്യത്തിനാണ് ഉപയോഗിച്ചത്. ശരിക്കും ആലിക്കാക്ക ഏത് കോഴിക്കോട് കുറ്റിച്ചിറക്കാരൻ തന്നെയാണോ? എവിടെയുള്ള കുറ്റിച്ചിറ? കുറ്റിച്ചിറയിലെ ആലിക്കാക്ക 10-40 വർഷം മുമ്പ് നമുക്കൊക്കെ ഒരു പ്രചോദനമായിരുന്നു. നമുക്കൊക്കെ മാർഗനിർദ്ദേശങ്ങൾ തരാനും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അധ്വാനത്തിലും എല്ലാം കൊണ്ടും നമുക്കിവിടെ കാണിച്ചു തരുന്ന ഒരു മഹത്വയാണ്. നമ്മളെ വിളിച്ചാൽ വെളിപ്പുറത്ത് ഏത് സമയത്തും വരാൻ പറ്റിയ ആളാണ്. മയ്യത്തുകൾ കുളത്തിൽ നിന്നും ഓക്കെ രക്ഷപ്പെടുത്തിയതുണ്ട്. ഒക്കെ ഈ സമയത്തിനുള്ളിൽ 66 വയസ്സിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ മുങ്ങിമരണം കുളത്തിലുള്ള മുങ്ങിമരണത്തിന് ഏറ്റവും കൂടുതൽ ബോഡി എടുത്ത ആള് ആലിക്കാക്ക അല്ലേ? ഏകദേശം എത്ര വർഷത്തെ ഉണ്ടാവും? 44 വർഷം ഞാൻ എന്തായാലും കണ്ടിരിക്കണം. അതിന്റെ മേപ്പടൊക്കെ ഇല്ലാതെ കീപ്പട്ടൊക്കെ ഉണ്ടാവില്ല. 35 വർഷം മുമ്പ് 40 വർഷമായി ഇതിൽ നിൽക്കുന്നത്. ഏകദേശം എത്ര മയ്യത്ത് എടുത്തുണ്ടാവും ബോഡി? 15 മയ്യത്തോളം എടുത്തിട്ടുണ്ട് അല്ലേ? കുറ്റിച്ചിറ കുളത്തിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. നിങ്ങൾ ദിവസം കുളിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കുളിക്കാറുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? വസ്ത്രങ്ങൾ അലക്കുവാനും വേണ്ടിയാണ് അന്ന് അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നൂറ്റാണ്ടുകളോളം ആളുകൾ ഇവിടെ വന്നിട്ട് നമ്മൾ വലിയങ്ങാടിയിലെ തൊഴിലാളികൾ, ഗൂഡ്സ് തൊഴിലാളികൾ, എല്ലാ തൊഴിലാളികളും വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ ചെറിയ വന്നിട്ട് കുടിച്ച് അവൻ്റെ വസ്ത്രങ്ങളും എല്ലാം നല്ലോണം അലക്കി തിരുമ്പി പിടിച്ചായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഉള്ളാണ് ചിറയിൽ സോപ്പ് ഉപയോഗിച്ച് കുളിക്കാൻ പാടുള്ളതല്ല, എണ്ണ ഉപയോഗിച്ച് കുളിക്കാൻ പാടുന്നില്ല കുറേ പോസ്റ്ററും ഫ്ലെക്സും വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആർക്കും ഒരു ഉപകാരമില്ലാതെ
കുളം ഇങ്ങനെ നിശ്ചലായിട്ട് കിടക്കുക. ശരിക്കും കോയക്കൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ അത് ആ ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷനൊന്നും ആവശ്യമില്ല. ഇന്ന ആവശ്യത്തിനാണ് കുളം ഉണ്ടാക്കിയത്, അലക്കാൻ കുളിക്കാനും തിരുമ്പാനൊക്കെയാണ് ഈ കുളം ഉണ്ടാക്കിയത്. അപ്പൊ അത് ആ ലെവലിൽ തന്നെ പോട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം കുറ്റിച്ചിറ കുളം സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഇപ്പോൾ കോർപ്പറേഷൻ ആണോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതു സമൂഹമാണോ? കോർപ്പറേഷനാണല്ലേ. കോർപ്പറേഷൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഭാഗത്തിൻ്റെ അത് പൈതൃക പദ്ധതിയായിട്ട് കുറെ ഡെവലപ്പിംഗ് നടന്നുണ്ട് ഇപ്പോൾ കുറ്റിച്ചിറയിൽ. അത് പുറമെ ഭാഗങ്ങളിൽ നിന്നൊക്കെ പല ആൾക്കാരും പല വിദേശികളും പല പ്രഗത്ഭരും ഇവിടെ കുറ്റിച്ചിറയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറ്റിച്ചിറ പ്രദേശവാസികൾക്ക് വല്ല ഗുണവും അല്ല ദോഷമോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? വലിയ ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുറ്റിച്ചിറയിലെ പല കച്ചവടക്കാർക്കും വളരെയധികം സാമ്പത്തികമായിട്ട് ഡെവലപ്മെൻറ്റും കച്ചവടവും സാമ്പത്തികമായിട്ട് നമ്മളെ പ്രദേശത്തെ പറ്റിയുള്ള ധാരാളം ആളുകൾ അറിയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അറിയപ്പെടാതെ കിടന്നിരുന്ന നമ്മളെ കുറ്റിച്ചിറയിലെ പുരാതനമായ പള്ളികളിൽ തറവാട് വീടുകളിൽ ഇവരെക്കുറിച്ച് ഇതിനെപ്പറ്റിയെല്ലാം ധാരാളം ആളുകൾക്ക് അറിയാനും കാണുവാനും സാധിക്കും. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറ്റിച്ചിറക്കാർക്ക് ഇതുകൊണ്ട് വളരെ ഉപകാരപ്പെട്ടതാണെങ്കിൽ എന്താണ് കുറ്റിച്ചിറനെ പറ്റി പറയാനുള്ളത്? കുറ്റിച്ചിറ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. ഞങ്ങളൊരു കുറ്റിച്ചിറ കുളത്തിനെ പറ്റിയിട്ട് ഒരു ഡോക്യുമെൻ്ററി ഇറക്കാണ്. അപ്പോൾ ഈ കുളത്തിനെ സംബന്ധിച്ചിട്ട് എന്താ സംസാരിക്കാനുള്ളത്? ജനങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാനുള്ളതുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് അത്ര അതല്ല, എത്ര കൊല്ലമായി കുളം ഉണ്ടായിട്ട് ആരാ ഉണ്ടാക്കി അങ്ങനെ എന്തോ ഓർമ്മ ഉണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചരിത്ര ഗവേഷണത്തിൽ നോക്കിയപ്പോൾ ഒരു 750 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ശരിയാണോ? 1875 നമ്മളെ പോരന്റെ ആധാരമുള്ളത്. അതിന്റെ മുമ്പ് കുളമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറ്റിച്ചിറയിൽ ഒരു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആഘോഷമാണ്. മൊത്തത്തിൽ കുട്ടികളും കുളത്തിന് ചുറ്റും കപ്പടത്തും കപ്പടം എന്നാണ് ഇവിടെ ഒരു വാക്ക് പറയുന്നത്. ഇതാണ് ഈ ഇരിക്കുന്നതിനാണ് കപ്പടം എന്ന് പറയുന്നത്. ഈ കപ്പടത്തിൽ ഇരുന്നിട്ട് സൊറ പറഞ്ഞും പഴയ കിസ്സവർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ. ഇപ്പോൾ ആ പഴയ ആൾക്കാരെ ഇവിടെ അധികം കാണുന്നില്ല. ഇപ്പം പുതുതലമുറകളാണ് ഇപ്പോൾ കാണുന്നത്. ആ തലമുറയോട് ഞങ്ങൾ ചോദിച്ചു നോക്കുക, എന്താണ് ഇവിടെ കുളത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്? ഇവിടെ 60 വയസ്സെന്ന് പറയുമ്പോൾ നന്ന പുതിയല്ല, എന്നാലും പഴമെന്ന് പറഞ്ഞ ഒരു 150-80 വയസ്സിന്റെ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, മരണപ്പെട്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ 1982 മുതൽ കുവൈത്തിലാ. ആ കാലഘട്ടത്തിൽ കുവൈത്തിലെ പലരും എനിക്ക് പരിചയമുണ്ട്. കുവൈത്തുകളെ അന്നൊരിക്കൽ ഇവിടെ വന്ന ഒരാളെ പറ്റി എനിക്കറിയാൻ കഴിഞ്ഞു. ഒരാൾ ഇന്ത്യ പ്രദേശത്താണ്, ഷാമിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അയാൾ പറയാണ് കുറ്റിച്ചിറനെ പറ്റി രാധാ തിയേറ്റർ, കോർണേഷൻ തിയേറ്ററിൽ പോയത്. ഇവിടെ കടലിൽ ഒരാൾ മുങ്ങി മരിച്ചത് എന്താ വെച്ചാൽ ബെൽറ്റ് അരെ കെട്ടിയിട്ട് ചാടിയതാണ്. ബെൽറ്റിൻ്റെ കരം കൊണ്ട് അയാൾ മരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ശവം പൊന്തിയത്. ശവം പൊന്തുമ്പോൾ ഇയാൾ ഒളിവിലാണ്. ഇവർ 3 ആളുണ്ടായിരുന്നു. 3 ആൾ ഒളിവിലായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ ശേഷം ഇവിടെ ഇരിക്കുന്ന ഫോട്ടോ കണ്ട് അയാളെ, ഇവിടെ ഇപ്പോൾ പലതിലും വാട്സപ്പിലൊക്കെ ഫോട്ടോ വന്ന് അയാൾ ഇതാണ് മനസ്സിലായി, കറുത്തിട്ടാണ്. പക്ഷേ ഈ PIൻ്റെ ഇതിലാണ് വന്നത്. എല്ലാ ചരിത്രം ഇന്നെങ്കാട്ടി കൂടുതൽ അയാൾക്ക് അറിയാം. അയാളിൽ നിന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കുവൈത്തില് കറുപ്പനാണ്, പഴമക്കാരനാണ്. ഇന്നിപ്പോൾ അയാൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ബന്ധപ്പെടല്ലേ. പക്ഷേ കുറ്റിച്ചിറയുടെ ചരിത്രം കുളത്തിൻ്റെ പറ്റി അയാൾ അവതരിക്കുന്നു. നാട്ടിൽ നിന്ന് പോലെ കേരളത്തിൽ നിന്നോ അല്ല കേരളത്തിൻ്റെ പുറത്തുനിന്നോ ആൾക്കാർ കുറ്റിച്ചിറയിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കുളം ഈ കുറ്റിച്ചിറയിലായിരിക്കും. ഏകദേശം എത്ര ഏക്കർ ഉണ്ട് ഈ കുളം? 1.5 ഏക്കറോളം ഉള്ള കുളം. അപ്പോൾ ഇതിൽ നിറയെ വെള്ളമൊക്കെ കാണുമ്പോൾ പൊതുവേ ഒരുപാട് ആൾക്കാർക്ക് ഒരു കൗതുകമായിരിക്കും ഇറങ്ങി കുളിക്കണം എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കും സംഭവിക്കുക, ഒന്ന് കുളിക്കാനൊരു ആഗ്രഹമുള്ളത്. പ്രത്യേകിച്ച് വെള്ളം കണ്ട ആക്രാന്തമുള്ള നാട്ടുകാരാണ് നമ്മളെ കേരളക്കാർ. അപ്പോൾ അവർക്ക് ഇതിപ്പോൾ ഇറങ്ങി കുളിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ എന്താ കൊടുക്കുന്നത്? എല്ലാവർക്കും കുളിക്കാൻ പറ്റുമോ?
അല്ലെങ്കിൽ മരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അതിനെ പറ്റിയിട്ട് ഇപ്പൊ മരണങ്ങൾ സംഭവിച്ച എല്ലാ കൊല്ലം ഒരാൾ മരിക്കും ഇവിടെ. മരണം സംഭവിക്കാറുണ്ട്. ഒരു ദിവസം രാത്രി പെരുന്നാൾ പെണ്ണുങ്ങൾ കാലേക്കന അവിടെ വെള്ളം ഫുള്ളല്ലേ അവിടെ കഴിഞ്ഞ അപ്പം തന്നെ മരിച്ചു. പിന്നെ എല്ലാവരും എടുത്ത് പായും, ജീവൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തോ ഒരു ജീവൻ ഉണ്ടെങ്കിൽ എടുത്ത് പായും. അത് നമ്മൾ ചെറുപ്പത്തിലേ കണ്ട്. ഒരു കൊല്ലം മരിച്ചില്ല, അന്ന് ഞാൻ മരിക്കേണ്ടി വരുമ്പോഴും. അപ്പൊ ഞാൻ രക്ഷപ്പെട്ട് പിറ്റേന്ന് 2 കുട്ടികൾ മാർക്കം കഴിച്ചില്ല. അതിന് മുന്നേ 2 മരിച്ചു പിറ്റേ. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇവിടെ കുളിച്ച് വളർന്നതാണ്. ഇതിന്റെ തൊട്ട മുമ്പിലുള്ള വീടാണ് ഇവന്റേത്. ഇവൻ മാത്രം നീന്തം പഠിച്ചിട്ടില്ല. അതാണ് ആ പ്രശ്നം. അപ്പൊ നീന്തം പഠിക്കാത്തവര് ഇറങ്ങുമ്പോ വളരെ ശ്രദ്ധിക്കാനാണ് ഈ വാക്കില്. നല്ല ആളുകളൊക്കെ കഴിഞ്ഞ വർഷം വെള്ളം കയറി പ്രശ്നം നിർത്തിയതാണ്. അറിയാം. ഒരാള് കുമ്മട്ടിയിട്ട് കല്യാണം കഴിച്ചാണ്. ഈ സ്രാങ്ങിന്റെ എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ തറവാടാണോ? ഇവിടെ നിറയെ തറവാടുകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? മിനിറ്റ് ആയിട്ടില്ല. ഓക്കെ, കുളത്തിൽ കുളിക്കാൻ പറ്റുന്ന പ്രത്യേക നിർദ്ദേശമൊന്നും കൊടുക്കലില്ല. അങ്ങനെ ഇരിക്കുന്നവര് പറയും മോനെ ശ്രദ്ധിക്കണമെന്നൊരു പറച്ചില് പറയും. എന്നാലും കൊല്ലത്തിൽ ഒരാളൊക്കെ മരിക്കും, ഒരാളൊക്കെ മരിക്കുമാണല്ലോ. ഇത്രത്തോളം ആൾ കുളിച്ച് പോകുമ്പോ പ്രത്യേകിച്ച് അങ്ങനെ നിർദ്ദേശമൊന്നുമില്ല. ഒക്കെ ഒരേ ആയം തന്നെയാണ്. സ്റ്റെപ്പായിട്ട് ഇറങ്ങിയാൽ അല്ലാതെ ചില ഭാഗം ഹൈറ്റ് കുറവൊന്നുമില്ല. മരണം ഉണ്ടാകുന്ന നീന്താ അറിയാത്തവരല്ല ഇവിടെ മരിച്ചത്. അസുഖങ്ങളോ നീന്താ അറിയുന്നവരും മരണപ്പെട്ടിട്ടുണ്ട്. പ്രായമുള്ള ആള് ഇവിടെ എപ്പോഴും ഇങ്ങനെ മലിന് കിടന്ന് ഇങ്ങനെ നീന്തിയുടെ ആളാണ്, അയാളാണ് മരിച്ചത്. ഇവിടെ അപകട മരണം കുറവാണ്. ഇവിടെ 100% സേഫാണ്. ഈ ഏരിയയിൽ ഒരു കമ്മ്യൂണൽ വയലൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഏറ്റവും ബെസ്റ്റ് ഏരിയ എല്ലാവരും രാവിലെ വരെ ഇവിടെ ഇരുന്നാലും. പൊതുവെ ഇവിടെ കേട്ടറിവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ഒരു വളരെ ട്രഡീഷണൽ ഫുഡാണ്, റീസണബിൾ പ്രൈസ് ആണ്, വളരെ പിന്നെ ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നതാണ്. പിന്നെ കുറ്റിച്ചിറ തെക്കപ്പുറത്തിന്റെ ടേസ്റ്റും ഇവിടെ എല്ലാ ഹോട്ടലിലും കിട്ടും. ചെറുപ്പകാലത്ത് ഇവിടുത്തെ കുറ്റിച്ചിറന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? കുളത്തിൽ കുട്ടികൾ എല്ലാ തറവാട്ടിലെ കുട്ടികളും ഇവിടെ തന്നെ നീന്തം പഠിച്ച് വളർന്നത്. വളരെ ചെറുപ്പം മുതൽ തന്നെ അതിൽ പാരൻസും അതിനെ അനുവദിക്കുകയും ചെയ്യും. ഇവിടെ പിന്നെ ബഡ്കൽസ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് ഞായറാഴ്ചകളിൽ ഒരു 10-50 ആൾക്കാർ അവർ എല്ലാ ഫെസിലിറ്റി ആയിട്ട് വരും. നമ്മൾ ബോയും മറ്റേ ടയറും ഇതെല്ലാം ആയിട്ട് വരും. ആ സമയത്ത് നമ്മൾ അവർ മിങ്കിൾ ചെയ്യും. അവരതിൻ്റെ കൂടുതൽ കക്കിരി കൊണ്ടുവന്നിട്ട് ചാടും. അതിൻ്റെ മുകളിൽ ചാടി അത് പൊട്ടിച്ച് അത് തിന്ന് വളരെ ഞായറാഴ്ച ഇവിടെ ആഘോഷമായിരുന്നു. ഇപ്പോഴത്തേക്കാൾ ഭയങ്കര ആഘോഷമായിരുന്നു. ഇപ്പം വരുന്നത് പുറത്തുള്ള ആൾക്കാരാണ്. ഇവിടെയുള്ള ആൾക്കാർ ലോക്കൽ വളരെ കുറവാണ്. എങ്കിലും എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇപ്പോൾ കുറ്റിച്ചിറ പൊതുവെ പഴയ കുറ്റിച്ചിറ അല്ല, മൊത്തത്തിലൊരു ചേഞ്ചിങ് ഉണ്ട്. മറ്റേ ടൂറിസം ഡെവലപ്മെന്റ് കൊണ്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് കുറ്റിച്ചിറയ്ക്ക് ഉണ്ടായത്. ഈ മാറ്റത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് കുറ്റിച്ചിറക്കാർക്ക് ഒരു അനുഗ്രഹമാണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ദ്രോഹം സംഭവിക്കും? കുറ്റിച്ചിറക്കാർക്ക് ഇതൊരു ദ്രോഹം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എന്താണ്, ചെറുപ്പത്തിൽ നമ്മൾ എപ്പം വന്നാലും നമ്മളെ സീറ്റ് ഇവിടെ ഉണ്ടാവും. നമ്മളെ ഇപ്പൊ അങ്ങനെ കിട്ടൂല. വൈകുന്നേരം വന്നാൽ ആളുകൾ ഫുള്ള് കീഴടക്കിയിട്ടുണ്ടാവും. കുറ്റിച്ചിറ മാത്രമല്ല, ലാൻഡ്സ് പാർക്കിന്റെ അവിടെ ആണെങ്കിലും ബീച്ചിലാണെങ്കിലൊക്കെ അധികവും പുറത്തുനിന്ന് വരുന്നവരാണ്. പക്ഷെ ടൂറിസം ഒന്നായിട്ട് അത് മുന്നോട്ട് പോട്ടെ എന്നുള്ള അഭിപ്രായമാണ്. നല്ലതാണ്, നാട് വികസിക്കും, കച്ചവടം ഉഷാറായി. അത് ഇവിടെ ഇപ്പോൾ പല ഭാഗങ്ങളിൽ ആൾ വരുന്നുണ്ട് ടൂറിസം ഡെവലപ്മെന്റ് ഈ മിഷ്കാൽ പള്ളിയൊക്കെ കാണാൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ തൊട്ടടുത്ത് പല ഹോട്ടലുകളും ഫേമസ് ആയിട്ടുണ്ട്. ഈ ഹോട്ടലുകളിൽ വന്നിട്ട് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട് ആൾക്കാർ. അത് എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം? അത് നല്ലതാണോ? കാരണം വേസ്റ്റൊക്കെ ഇവിടെ തന്നെ കളയുന്നൊരു കാണുന്നുണ്ട്. അതൊരു നിയന്ത്രിക്കേണ്ട ഒരു വിഷയമാണത്. അത് നല്ലൊരു പ്രവണതല്ല. അത് നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരും ഉത്തരവാദിത്തം? ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ. രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേസ്റ്റ് ബിൻ ഇവിടെ വെച്ചിട്ടില്ല. ഇവിടെ എന്നല്ല, ബീച്ചിൽ എവിടെയും ഫ്രീക്വൻ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ആളുകൾക്ക് വേസ്റ്റ് ഇടേണ്ടതെന്ന് അറിയില്ല. അതാണ് താഴ്ത്തിരുന്നത്. ഇനിയിപ്പോൾ നമ്മളെപ്പോലത്തെ കുറേ കാലം ഗൾഫിൽ ജീവിച്ച ആൾക്കാർ വേസ്റ്റ് കൈ പിടിച്ച് കുറേ നടക്കും, അല്ലെങ്കിൽ വണ്ടിയിൽ വെക്കും, വേസ്റ്റ് ഇടാനില്ല. അത് കോർപ്പറേഷനോട് പ്രത്യേകം പറയാനുള്ളതാണ്. ഇടപെട്ട സ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്ന് നിർബന്ധമായിട്ട് വെക്കണം, എങ്കിൽ ഒന്നുകൂടെ വൃത്തിയായിട്ട് കാണാം. ഈ ഇൻഫർമേഷൻ നിങ്ങൾ ആയിരിക്കാം കോർപ്പറേഷൻ ആണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ കോർപ്പറേഷൻ? ഞങ്ങൾ നേരിട്ട് കണ്ടാൽ തന്നെ പറയുന്നതാണ് അത് പിന്നെ വേസ്റ്റ് അവിടെ ഇവിടെ. പക്ഷെ എവിടെ ഇടാൻ പറ്റുന്ന ഒരു ഏരിയ കാണിച്ചു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഒരു ബിന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഇല്ല. അത് കോർപ്പറേഷൻ വളരെ ശ്രദ്ധിക്കണം. നിയന്ത്രിക്കേണ്ടത് കോർപ്പറേഷൻ പാത്രം വെച്ചാലല്ലേ ആളുകൾ. ഇന്ന് രാവിലെ നമ്മൾ നടന്നു പോകുമ്പോൾ കുറച്ചൊക്കെ പിന്നെ ആളുകൾ വെള്ളം കുടിച്ചൊരു പാത്രം വലിച്ചെറിയുന്നത്. അപ്പോൾ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പറയാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ എടുത്ത് ഇടാം. അങ്ങനെ ഒരു പറ്റുണ്ടോ? ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ, ബെൽ ഐക്കൺ അടിക്കണോ, കമന്റ് ചെയ്യണോ?